ഇന്നത്തെ കാലത്ത് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കോമൺ അല്ല, ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പല ബിസിനസ്സുകൾ നോക്കുന്ന പോലെ അത്ര കണ്ട് കോമൺ അല്ല. അപ്പോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ വരുന്നത്? അത് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുള്ളതാണ്, പിന്നെ മക്കളും കൂടി സപ്പോർട്ടായി. ഇപ്പൊ പേരക്കുട്ടി ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. അയാള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെല്ലാം തരത്തില് എങ്ങനെയെല്ലാം ഇമ്പ്രൂവ് ആക്കാവോ അതിനു വേണ്ടി അയാള് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണം, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. അതായത് അതിന്റെ ആധുനിക സജ്ജീകരണങ്ങളെല്ലാം ഇതിലോട്ട് കൊണ്ടുവരികയാണ് അല്ലേ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പലതരം കോഴ്സുകൾ, 1 വർഷത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, 3 മാസത്തെ കോഴ്സ്, അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അങ്ങനെ വെറുതെ ലൈസൻസ് എടുത്ത് പോണ ആ ഒരു കാര്യത്തിലല്ല. അല്ലാത്ത തന്നെതായ ധാരാളം കാര്യങ്ങൾ ഈ ഇപ്പൊ അത് കൊച്ചുമകന്റെയും കൂടി ഈ നോട്ടത്തിലാണ് അത് ഇത്രയും വളർന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളും കൂടെ ഉണ്ട്. വിദേശത്തുള്ള ധാരാളം കമ്പനിക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും, നമ്മൾ വണ്ടി കൊടുക്കും. ഇത്ര അധികം വണ്ടികൾ ഒന്നിച്ചുള്ള ഒരു വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. ചിലടത്ത് ഫോർക്ക് ലിഫ്റ്റ് ഉണ്ടാവും, ചിലടത്ത് JCB ഉണ്ടാവും, ചിലടത്ത് ക്രെയിൻ ഉണ്ടാവും, ചിലടത്ത് റഫ് ക്രെയിൻ ഉണ്ടാവും. പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ഇന്ത്യയിലെ ഏക സ്ഥാപനം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് എൻ്റെ പേരിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെടാൻ വന്നത്. അതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നല്ലോ. അപ്പോൾ ഷിപ്പിൽ വരുന്ന സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും, കൊല്ലത്തോട്ടും അങ്ങോട്ട് എല്ലായിടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണത് ഐലൻഡിൽ നിന്നായിരുന്നു. അപ്പോൾ ലോറി ഡ്രൈവേഴ്സിനെയാണ് കൂടുതൽ ആവശ്യമുള്ളത്. അന്നൊക്കെ ഈ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ തീരെ കുറഞ്ഞ ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോണെന്ന് അന്നത്തെ ആ ഒരു ചിന്ത. വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണിക്ക് കാശ് കൂടുതൽ കിട്ടണ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ്. അന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനില്ല കേരളത്തിൽ. അത് മംഗലാപുരത്ത് പോയിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. അപ്പം നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുത്ത് മംഗലാപുരത്ത് ആൾക്കാരെ വിട്ട് അത് വളരെ എക്സ്പെൻസീവ്. അവിടെ പോയി പിന്നെ ട്രാൻസ്പോർട്ട് ചെലവും ഉണ്ടല്ലോ. പക്ഷെ ആ ചെലവൊന്നും നമ്മുടെ ആ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവുകളായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തോട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ജോലി സാധ്യതയുള്ള ജോലിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കേരള ഗവൺമെൻറ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്കൂൾ അനുവദിച്ചു തരണില്ല? അങ്ങനെ അവർ എല്ലാ തലത്തിലും, അതായത് നമ്മുടെ RT ഓഫീസ് മുതൽ മിനിസ്റ്റർ ലെവലിൽ പോയിട്ടും അതിനൊന്നും സാധ്യതയില്ല. അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. അങ്ങനെ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഒരു 2 വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂള് എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത്. അന്ന് വനിതകൾക്ക് തൊഴിൽ സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ഒക്കെ വരണുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തി. ഒരു ചരിത്ര വനിതയും കൂടെയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ അല്ലേ? കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ, ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്നുള്ള ഒരു പേര്, അതും പോരാട്ടത്തിലൂടെ, നിയമ പോരാട്ടത്തിലൂടെ സമ്പാദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് വേറെയുള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ ഇന്നിപ്പോ ഒരുപാട് പേരുണ്ടോ അത്തരം രംഗത്ത്? ഒരുപാട് ഉണ്ട്. ഹെവി ഡ്രൈവിംഗ് സ്കൂളൊക്കെ ധാരാളം ഉണ്ട്. പക്ഷെ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഇപ്പൊ എൻ്റെ ഒരു മോൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. എല്ലാം അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ്. കൺസ്ട്രക്ഷൻ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ്. അപ്പൊ ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നമുക്ക് ധാരാളം വണ്ടികൾ വേണം. ക്രെയിൻ, ഫോർക്ക് ലിഫ്റ്റ്, പിന്നെ റഫ് ടെറൈൻ ക്രെയിൻ, അങ്ങനെ കുറേ തരം ക്രെയിനുകളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം വണ്ടികളെ പഠിപ്പിക്കാനും. ഇല്ല, നമ്മൾ ഒരു കൂട്ടർ മാത്രം ചിന്തിച്ചാൽ അടുക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരും. ഇപ്പൊ അമ്മ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസഡർ അമ്മയാണ് അല്ലേ? അതൊരു വലിയ ഭാഗ്യമല്ലേ? കാര്യം അത് തീർച്ചയായിട്ടും
ഒന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതൊക്കെ എൻ്റെ മോളിലോട്ട് ചാർത്തപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ശരി. അത് ഏത് കാലഘട്ടം മുതലാണ് അങ്ങനെ ഒരു ഇത് വന്നു തുടങ്ങിയത്? 2014 ഞാൻ ഈ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാഡസ് എടുത്ത് ഞാൻ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ 2023 ഓട്ടോമൊബൈൽ ഡിപ്ലോമ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി 1 വർഷത്തെ കോഴ്സ് പഠിച്ച് ആ ലൈസൻസ് കിട്ടി. ആസാഡസിന്റെ ലൈസൻസ് കിട്ടി. അതൊക്കെ എനിക്ക് 2023 അത് പിന്നെയും പഠിച്ചു. പോയി 1 വർഷത്തെ കോഴ്സ് സൺഡേ ക്ലാസ് ചേർന്ന് പഠിച്ചു. അത് ഞങ്ങളുടെ ലൈസൻസിനും കൂടി അതൊരു ഗുണമാണെന്ന് കേട്ടുകൊണ്ടാണ് അങ്ങനെ അത് പഠിക്കാൻ. ഞങ്ങൾ 4-5 പേര് ഒന്നിച്ചു പോയിട്ടാണ്, ഈ ഫാമിലിയിൽ നിന്ന് തന്നെ 5 പേര് ഒന്നിച്ചു പോയിട്ടാണ് അത് പഠിച്ചത്. അപ്പൊ അതൊക്കെ പാസ്സായി ആ ലൈസൻസ് ഒക്കെ കിട്ടിയത് വളരെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. 100%. ഇപ്പോഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാൻ പോയി ഇപ്പൊ മടിയാ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും അല്ലേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതില്. അതൊരു വലിയൊരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത്. അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ശരിക്കും? എപ്പോഴും ഇങ്ങനെ ചിരി ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. ചിരിപ്പിക്കണത് എന്റെ കൊച്ചുമോനാ. ചിരി എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോ നമ്മൾ ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിന്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല. കുറച്ച് എപ്പോഴും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും. എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം. ചെയ്യും. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? തീർച്ചയായിട്ടും പ്രൗഡ് മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ചെറിയ മോനാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഇത് റെക്കോർഡ് ആയപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. അപ്പൊ കിട്ടിയതിൽ ഏറ്റവും ഒരു വാല്യൂ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒബ്വിയസ്ലി അതായിരിക്കും, എന്നാലും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ഈ അവാർഡ് ഒരു വലിയ ഇത് തന്നെയാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് തന്നെ. ഇത്രയും അതെ. പിന്നെ ഡൽഹിയിൽ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയില്ലേ ഇലക്ട്രിക് വണ്ടിയാണിത്. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് ആ ഡൽഹിയിൽ വെച്ച് ഗഡ്കരി സാറാണ് അത് ഉദ്ഘാടനത്തിന് വന്നത്. സാറ് വണ്ടിയൊന്നും ഓടിച്ചില്ല, വെറുതെ ഇത് മാറ്റിയതേ ഉള്ളൂ, നാട മാറ്റിയതേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി ഓടിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ബാംഗ്ലൂര് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടുക്ക് എനിക്കൊരു അവാർഡ് തന്നു. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത എല്ലാം. അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു. വലിയ ഉദ്യോഗസ്ഥന്മാരുടെ നടക്ക് ഞാൻ ഈ ഒരു ചെറിയ ആശു. അതല്ല അമ്മ അവരുടെ മുന്നിൽ അമ്മ വലിയ ആളായിരിക്കും. ഞാനാരാണെന്ന് എനിക്കറിയാലോ. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കേരള തനിമയിൽ തന്നെ എപ്പോഴും മിക്കവാറും കാണും. നമ്മൾ ഈ ട്രാക്കിലൊക്കെ ഇപ്പൊ താറൊക്കെ ഓടിച്ചു പോകുമ്പോൾ പോലും അമ്മ ഇതേ കേരള വസ്ത്രം അത് തന്നെയാണ്. ഇപ്പൊ ചിലർ മറ്റേ ജാക്കറ്റ് ഹുഡിയൊക്കെ ഇട്ടായിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അമ്മ ഒരു ഹെൽമെറ്റ് മാത്രം വെക്കും അല്ലെ സേഫ്റ്റിക്ക്, ബാക്കി ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു ഭയങ്കര കൗതുക കാഴ്ചയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി എവിടെ പോയാലും ഉണ്ടാവും അല്ലെ? അമ്മ ഇപ്പൊ ന്യൂഡൽഹി പോയാലും ശരി, US പോയാലും ശരി, എവിടെ പോയാലും ഈ ഒരു പോകുമ്പോ പിള്ളേര് പറയും അമ്മ ചുരിദാർ ഇടേ. എനിക്കത് തുണി കൊടുക്കാത്തതിന് തുല്യമാണ് ആ ഡ്രസ്സ് ഉപയോഗിക്കാൻ.